ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് രുചികരമായ പക്കാവട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് കടലമാവും കുറച്ച് അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തയ്യാറാക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് കടലമാവാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ നമുക്ക് പത്തിരിപ്പൊടി എടുക്കാം, വറുത്ത അരിപ്പൊടി. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 4 പീസ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അരിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ ആ വെള്ളത്തിലാണ് നമ്മൾ മാവ് തയ്യാറാക്കുന്നത്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു കളറിന് വേണ്ടി, ചെറിയൊരു എരിവിന് വേണ്ടിയും 1 സ്പൂണോളം കാശ്മീരി ചില്ലി ചേർക്കാം. 1/2 സ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കാം. ശകലം കായപ്പൊടി ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കാം, ചെറിയൊരു എരിവിന് വേണ്ടി. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് എടുത്തു വെച്ചിരുന്ന കടലമാവ് നമുക്ക് ചേർക്കാം. അതേ അളവിൽ തന്നെ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടിയും നമുക്ക് ചേർക്കാം. ആദ്യം 1 സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല ഇടിയപ്പത്തിൻ്റെ പരുവം പോലെ കുഴച്ചെടുക്കാം. നമ്മൾ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതായത് ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്കത് കട്ടിയാകാതിരിക്കാൻ, ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തടവി വെക്കാം. ഇനി നമുക്ക് പക്കാവട പൊരിച്ചെടുക്കാനുള്ള പാൻ അടുപ്പിൽ വെക്കാം. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ അച്ചുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സേവനാഴിയിൽ കിട്ടുന്ന ഈ പക്കാവടയുടെ അച്ചിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മാവ് ഇതേ പരുവത്തിൽ ഉരുട്ടിയെടുക്കണം. എണ്ണയെല്ലാം പുരട്ടി കയ്യിലൊട്ടാത്ത വിധം ഉരുട്ടിയെടുത്ത് നമുക്ക് അച്ചിലേക്കിട്ട് എണ്ണയിലേക്ക് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഈ അച്ചൊന്ന് കറക്കി പിഴിഞ്ഞെടുക്കാം. ഒരു 2 റൗണ്ട് കറക്കിയെടുക്കാം. ഇനി നമുക്കത് വെടുത്തിയെടുക്കാം. ബാക്കിയുള്ളത് ഓരോ തവണകളായിട്ട് നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ഒരു പുറം മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടണം. ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് അത് കോരി വെക്കാം. ഇനി അടുത്ത റൗണ്ടും അതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇതുപോലെ കറക്കി എടുക്കണം. എണ്ണയൊന്നും കയ്യിൽ തെറിച്ച് വീഴാതെ നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ നല്ലൊരു സ്നാക്സ് ആയിരിക്കും ഇത്. അതുപോലെ 3-4 തവണകളായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ
നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അങ്ങനെ എല്ലാം പൊരിച്ച് കോരി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒടിച്ചിടാം. നല്ല പടപടാന്നിരിക്കുന്ന പക്കാവട. പ്രത്യേക രുചിയാണ്. വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി നമുക്ക് കറിവേപ്പില വറുത്തിടാം. ഒരു കറിവേപ്പിലയുടെ മണവും കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേക രുചിയാണ്. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായി സൗദി കിച്ചൻ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.